ഹായ് എവറി വൺ, എല്ലാവർക്കും എക്സാം മീറ്ററിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പേപ്പറായിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ്, ബികോം കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഓരോ മൊഡ്യൂൾ വൈസ് നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വലിയ മൊഡ്യൂൾ 1 അല്ലേ? ഒരു ബുക്കിൻ്റെ പകുതിയോളം മൊഡ്യൂൾ 1 നിൽക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മൊഡ്യൂൾ 1 പ്രധാനമായിട്ടും വരുന്നത് ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷൻ, പ്രിഫറൻസ് ഷെയർസിൻ്റെ, ദെൻ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ ആൻഡ് ബൈബാക്ക് അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1. ഓൾമോസ്റ്റ് വലിയൊരു ഏരിയ നമ്മുടെ ബുക്കിൻ്റെത് അവിടെ കവർ ചെയ്ത് കഴിഞ്ഞു. ദെൻ മൊഡ്യൂൾ 2 ബാങ്കിങ് കമ്പനീസും, മൊഡ്യൂൾ 4 വന്നിട്ട് ഇൻഷുറൻസ് കമ്പനീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ മൊഡ്യൂൾ 4 കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, മൊഡ്യൂൾ 5 അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഉള്ളത്. ഇനി നമുക്കറിയാം, ഈ ഒന്നാമത്തെ മൊഡ്യൂൾ തന്നെ ചാപ്റ്റർ വൈസായിട്ട് 4 ഒന്ന് റിഡംഷൻ്റെ ഒരു പാർട്ടുണ്ട്, പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ദെൻ ബോണസ് ഷെയർസ് ആൻഡ് റൈറ്റ് ഇഷ്യൂ, ബൈബാക്ക് ഓഫ് ഷെയർസ്. ഇത്രയും ഭാഗത്തിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ധാരാളം എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. 5 മാർക്സ്, 2 മാർക്സ് ആൻഡ് എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ എല്ലാത്തിലും നിറയെ ജേർണൽ എൻട്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് കെയർ ചെയ്താൽ കിട്ടുന്നേ ഉള്ളൂ. നന്നായിട്ട് ശ്രദ്ധിച്ചൊന്ന് പഠിച്ചാൽ മതി. സോ ഒന്നാമത്തെ മൊഡ്യൂൾ 1 റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സിൽ എന്ത് ടോപ്പിക്ക് കണ്ടാലും ഒരു ചാപ്റ്ററിൻ്റെ പേര് കണ്ടാൽ ആ ചാപ്റ്ററിൻ്റെ പേരെന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ പഠിക്കാം. 2 മാർക്സ് ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ വരും, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. പിന്നെ അടുത്തത് വാരിയസ് സോഴ്സസ് ഓഫ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്. ഡിഫറെൻറ്റ് സോഴ്സസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ പാരഗ്രാഫായിട്ട് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അണ്ടർ വാരിയസ് മെത്തേഡ്സ്, അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫിൽ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് എസ് എ ചോദിച്ചിട്ടുള്ളത് റൈറ്റ് ഡൗൺ ജേർണൽ എൻട്രീസ് ഫോർ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് അണ്ടർ സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. അതിൻ്റെ ജേർണൽ എൻട്രീസ് എഴുതി കൊടുക്കാനാണ്. ആ രീതിയിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ രീതിയിൽ 2 പ്രാവശ്യം ചോദിച്ചു പോയതാണ്. പിന്നെ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ് പഠിച്ചു വയ്ക്കുക. എക്സ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, കം ഇൻട്രസ്റ്റ്. ചുമ്മാ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കി പൊക്കോളൂ. പിന്നെ കൂടാതെ എക്സ് ഇൻട്രസ്റ്റുമായിട്ടോ കം ഇൻട്രസ്റ്റുമായിട്ടോ ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ചോദിച്ചിട്ടില്ല എന്നാലും സിങ്കിങ് ഫണ്ട് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. മെറിറ്റ്സും ഡിമെറിറ്റ്സും ചോദിക്കാറൊന്നുമില്ല, പഠിച്ചു വെച്ച് പോവുക. മേ ബി ഒരു മാറ്റം വരികയാണെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളും. അടുത്തത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസാണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൽ നമ്മൾ അതേപോലെ തന്നെ എന്താണ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ആദ്യം പഠിക്കുക. പിന്നെ കൂടാതെ കണ്ടീഷൻസ്, ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടീഷൻ ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഇതിൻ്റെ കണ്ടീഷൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് ഈസി ആയിട്ട് എഴുതാനും പറ്റും. പിന്നെ സോഴ്സസ് ഓഫ് റിഡംഷൻ പാരഗ്രാഫായിട്ട് ചോദിക്കാം. പിന്നെ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയറുമായിട്ടുള്ള ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പ്രോബ്ലം എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ മെത്തേഡ്സ്, അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സുകൾ ഉണ്ടല്ലോ, അത് പഠിച്ചു വയ്ക്കണം. പിന്നെ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതിൽ തന്നെ റിഡംഷൻ ഔട്ട് ഓഫ്, അത് ഓരോ ട്രീറ്റ്മെൻറ്റാണ്, അത് ഞാൻ സെപ്പറേറ്റ് കൊടുത്തതാണ്. അത് നിങ്ങൾ മറ്റേത് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് പഠിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ട് പോകും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പഠിക്കേണ്ടത്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, കണ്ടീഷൻസ്, അതിൻ്റെ സോഴ്സസ്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, മെത്തേഡ്സ് ഫോർ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ദെൻ കാൽക്കുലേഷൻ ഓഫ് ദി നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു പോവുക. അടുത്തത് പാർട്ട് 3 ബോണസ് ഷെയർ എന്താണ്, റൈറ്റ് ഇഷ്യൂ, ഇത് രണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. രണ്ടും പഠിക്കുക. എന്താണ് ബോണസ് ഷെയർ എന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ ക്യാപിറ്റൽ ബോണസ്,
ബോണസ് ഷെയർ, ഈ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് ഷോർട്ടായിട്ട് ചോദിക്കാറുണ്ട്. മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ബോണസ് ഷെയർസ്, ഏത് സർക്കംസ്റ്റൻസസിലാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ കണ്ടീഷൻസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പാരഗ്രാഫായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ബോണസ് ഷെയറിന് ചോദിക്കാറുണ്ട് കേട്ടോ. സെബി ഗൈഡ് ലൈൻസ് ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, അതേപോലെ സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ, കൂടാതെ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണെന്ന് പഠിക്കുക, ബോണസ് ഷെയർ സ്റ്റോക്ക് സ്പ്ലിറ്റും തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക, റൈറ്റ് ഷെയറും റൈറ്റ് ഇഷ്യൂ, ആ രീതിയിൽ ഷോർട്ട് ചോദിക്കാം. പിന്നെ വാല്യൂ ഓഫ് റൈറ്റിൻ്റെ വാല്യൂ കാണാനുള്ളൊരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. റൈറ്റ് ഷെയർസിൻ്റെ അഡ്വാൻറ്റേജസ് പഠിച്ചു വയ്ക്കുക, ബോണസ് ഷെയറും റൈറ്റ് ഷെയർസും തമ്മിലുള്ള ഡിഫറൻസും, റൈറ്റ് ഇഷ്യൂ പബ്ലിക് ഇഷ്യൂ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. സോ ബോണസ് ഷെയർ എന്താ പഠിച്ചു വയ്ക്കുക, അതിൻ്റെ മെത്തേഡ്സ്, ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ ഏത് സർക്കംസ്റ്റൻസസിലാണ് നമ്മൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത്, കൂടാതെ അഡ്വാൻറ്റേജസ്, ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ കണ്ടീഷൻസ് പഠിച്ചു വെക്കേണ്ടതാണ്. എല്ലാത്തിലും കണ്ടീഷൻസ് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ സെബി ഗൈഡ്ലൈൻസ് ഓൺ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, സോഴ്സസ് ഓഫ് ബോണസ് ഇഷ്യൂ, കൂടാതെ സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്താണ്, ബോണസ് ഷെയർ സ്റ്റോക്ക് സ്പ്ലിറ്റ് തമ്മിലുള്ള ഡിഫറൻസ്, റൈറ്റ് ഇഷ്യൂ അല്ലെങ്കിൽ റൈറ്റ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കുക വയ്ക്കുക. കൂടാതെ വാല്യൂ ഓഫ് റൈറ്റ്, അതുമായിട്ട് കാണുന്നത് റൈറ്റ് ഷെയർസിൻ്റെ വാല്യൂ കാണുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. റൈറ്റ് ഷെയർസിൻ്റെ അഡ്വാൻറ്റേജസും പഠിച്ചു വെച്ചോളൂ. കൂടാതെ ബോണസ് ഷെയർ റൈറ്റ് ഷെയർസ് തമ്മിലുള്ള വ്യത്യാസം, റൈറ്റ് ഇഷ്യൂ, പബ്ലിക് ഇഷ്യൂ, ഇത്രയും കാര്യങ്ങൾ അതിൽ അത്യാവശ്യം നന്നായിട്ട് കവർ ചെയ്യാനുണ്ട് കേട്ടോ. ഈ ഒരു ഒന്നാമത്തെ മൊഡ്യൂള് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല, അത്രയും കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എസ്സേ ഒന്ന് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിബഞ്ചറിൻ്റെ ചാപ്റ്ററിൽ നിന്നാണ് എസ്സേ സ്ഥിരമായിട്ട് ചോദിക്കാറ്. സിംഗിങ് ഫണ്ട് മെത്തേഡ് ചോദിക്കാം, ഇനി വേറെ രീതിയിലും ചോദിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ജേണൽ എൻട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അവിടെ നിന്ന് എസ്സേക്ക് ഉണ്ടായിരിക്കും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. ആ മൊഡ്യൂളിൻ്റെ ഭാഗമായിട്ടുള്ള ബൈബാക്ക് എന്താണെന്നുള്ളത് പഠിക്കുക, ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, പിന്നെ ബുക്ക് ബിൽഡിംഗ് മെത്തേഡ് എന്താണെന്നുള്ളത് ഒന്ന് ഷോർട്ടായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി മൊഡ്യൂൾ 2 പോവുകയാണെങ്കിൽ ബാങ്കിങ് കമ്പനീസാണ്. അതിൽ നിന്ന് കുറേ തിയറി ക്വസ്റ്റ്യനും ചോദിക്കും, ഒരു എസ്സേയും ചോദിക്കും. ഒത്തിരി തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ഷോർട്ടായിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ്, ഒരു എസ്സേ ചോദിക്കും, പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്, റിബേറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ പ്രോബ്ലം ചെയ്യാനുള്ളത്, അത്രയാണ് വരാറുള്ളത്. നോൺ ബാങ്കിങ് അസറ്റ്സ് എന്താണെന്ന് പഠിക്കുക, മിനിമം ക്യാപിറ്റൽ റിസർവ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. ഇനിയിപ്പോൾ CRR എന്ന് പറഞ്ഞാൽ ക്യാഷ് റിസർവ് ആണ്, SLR എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ സ്ലിപ്പ് സിസ്റ്റം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്ലിപ്പ് സിസ്റ്റം എന്താണ്, ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് അതും കൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. പിന്നെ കൂടാതെ ബാങ്കിങ് അസറ്റ്സിൽ നോൺ ബാങ്കിങ് അസറ്റ്സ് എന്താണ്, അതേപോലെ സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, സ്റ്റാൻഡേർഡ് അസറ്റ്സ്, റിബേറ്റ് ഓൺ ബിൽ ഡിസ്കൗണ്ടഡ് എന്താണെന്ന് 2 മാർക്കിന് ചോദിക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പിന്നെ സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ലോസ് അസറ്റ്സ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടൊരു എസ്സേ പ്രതീക്ഷിക്കാറുണ്ട്. എസ്സേ സ്ഥിരമായിട്ട് വരുന്നത് P&L അക്കൗണ്ട് ഓർ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു എസ്സേ വരും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട്. പിന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു വയ്ക്കുക, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻ്റർ ഓഫീസ് അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ വാരിയസ് കാറ്റഗറീസ് ഓഫ് SLR സെക്യൂരിറ്റീസ്, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു പ്രൊവിഷനുമായിട്ട് റിലേറ്റ് അസറ്റ്സിൻ്റെ മേലെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ബാങ്കിങ് കമ്പനീസിൽ നിന്ന് നമുക്ക് നോക്കേണ്ടത്. മൊഡ്യൂൾ 3 പോവുകയാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എസ്സേ ചോദിക്കാറുള്ള റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. പിന്നെ കൂടാതെ വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. റീഇൻഷുറൻസ് ക്ലെയിം എന്താണ്, ആന്യൂറ്റി, സറണ്ടർ, ഇൻ്ററിം ബോണസ്, സറണ്ടർ വാല്യൂ, ലൈഫ് അഷുറൻസ് ഫണ്ട്. പിന്നെ ടൈപ്സ് ഓഫ് ഇൻഷുറൻസ്
പോളിസീസ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു പോളിസി മേ ബി ചോദിക്കാം. റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് അല്ലെങ്കിൽ റീ ഇൻഷുറൻസ് സെഡഡ്, ഇതിലേതെങ്കിലും ഒരു വേർഡ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡോ അല്ലെങ്കിൽ റീ ഇൻഷുറൻസ് സെഡഡോ. പിന്നെ അടുത്തത് പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു കമ്മീഷൻ അല്ലെങ്കിൽ പ്രീമിയം. നമ്മൾ ആ ഒരു ഫസ്റ്റ് റവന്യൂ അക്കൗണ്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചെറിയ പ്രോബ്ലംസ്, കമ്മീഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂളൊക്കെ പഠിച്ചു തുടങ്ങുന്നുണ്ടല്ലോ. അന്നേരം പ്രീമിയം ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതും ക്ലെയിംസും കൂടി നോക്കിക്കോളൂ കേട്ടോ. പ്രീമിയം നോക്കുക, അതേപോലെ ക്ലെയിംസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ ഏതൊക്കെയാണ് ആദ്യം റവന്യൂ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയിരിക്കണം. വാല്യൂഷൻ ബാലൻസ് ഷീറ്റ് വളരെ എളുപ്പമാണ്. റീഇൻഷുറൻസ് ക്ലെയിം ഷോർട്ട് ചോദിക്കാം. ആന്യൂറ്റി എന്താണ്, സറണ്ടർ എന്താണ്, ഇൻ്ററിം ബോണസ് എന്താണ്, സറണ്ടർ വാല്യൂ, ലൈഫ് ഇൻഷുറൻസ് ഫണ്ട്, ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. അത് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം ഷോർട്ടായിട്ട്. പിന്നെ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കേണ്ടത് റീ ഇൻഷുറൻസ് സെഡഡ്, റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് ആണ്. പിന്നെ കമ്മീഷൻ, പ്രീമിയം, ക്ലെയിംസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അടുത്ത മോഡ്യൂൾ 4 നോക്കുകയാണെങ്കിൽ നമ്മുടെ എസ്സേ വരുന്നത് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ 10 മാർക്സിന് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ പഠിക്കേണ്ടത് കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഷോർട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് എന്താണെന്ന് ചോദിക്കാം. ഹോൾഡിംഗ് കമ്പനി, സബ്സിഡിയറി കമ്പനി, അത് ചോദിക്കാം. ബാർഗെയിൻ പർച്ചേസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഗുഡ്വിൽ, മൈനോറിറ്റി ഇൻട്രസ്റ്റ്, നോൺ കൺട്രോളിംഗ് ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിക്കാറ്. ഓക്കെ. മൊഡ്യൂൾ 5 ഏർണിംഗ് പെർ ഷെയർ എന്താണ്, EPS, അതിൻ്റെ കാൽക്കുലേഷൻ ഒരു പ്രോബ്ലം ചോദിക്കാറുണ്ട്. ബേസിക് EPS 2 മാർക്കിന് ചോദിക്കും. ഡൈല്യൂട്ടഡ് EPS ചോദിക്കാറുണ്ട്. സെഗ്മെൻറ്റ് റിപ്പോർട്ടിംഗ് എപ്പോഴെങ്കിലുമൊക്കെ ചോദിക്കാറുള്ളൂ, എന്നാലും ഒന്ന് 2 മാർക്സിന് പഠിച്ചു വയ്ക്കൂ. പ്രോബ്ലംസ് റിലേറ്റിംഗ് ടു കാൽക്കുലേഷൻ ഓഫ് ദി EPS, ദെൻ ഡൈല്യൂട്ടഡ് EPS. പിന്നെ ഡൈല്യൂട്ടഡ് ഷെയർസ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഓരോ മൊഡ്യൂൾസിൽ. ഇങ്ങനെ പറയുമ്പോൾ വളരെ എളുപ്പമായിരിക്കും, പക്ഷേ പഠിച്ചു കഴിയുമ്പോൾ, പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക് കേട്ടോ. നന്നായിട്ട് പഠിച്ചാലേ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്നൊരു പേപ്പർ നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. അത് അടുത്ത വർഷത്തിലോട്ട് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഹരിയറായിട്ട് കൊണ്ടുപോകരുത്. നമ്മൾ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കംപ്ലീറ്റ് ആൻസർ ചെയ്തിട്ട് ഇടുന്നുണ്ടായിരിക്കും നെക്സ്റ്റ് വീഡിയോസിൽ. അപ്പോൾ അതും എല്ലാവരും കൃത്യമായിട്ട് കാണുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് പ്രോബ്ലംസ്, നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ടല്ലോ, അതെങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ സമയമുണ്ടെങ്കിൽ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് ഉള്ള സമയങ്ങൾ മാക്സിമം നന്നായിട്ട് വിനിയോഗിച്ച് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും എല്ലാം അറിയിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യാം. പിന്നൊരു വീഡിയോ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന 2 വീഡിയോസ് ഇടുന്നുണ്ടായിരിക്കും. എല്ലാവരും നിർബന്ധമായിട്ട് കാണുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, താങ്ക് യു.